ദിവ്യ എവിടെ? അതെ, കടയിൽ പോയി. റേഷൻ കടയിൽ സാധനങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ വരും. നാളെ വന്നു കഴിഞ്ഞാൽ നാളെ പോയിട്ട് സാധനങ്ങൾ വാങ്ങാം കേട്ടാ. പിന്നെ അവന്റെ ചെക്കൻ്റെ സ്കൂൾ ഫീസ് കൊടുക്കണം പറഞ്ഞത് അതിപ്പോ ഞാൻ നാളെ ഒരു നറുക്ക് കിട്ടുമോ? അപ്പോൾ നറുക്ക് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞാൽ ആ പൈസ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ ശരി, ഞാനൊന്ന് ഭക്ഷണം എടുത്ത് വെക്ക്, ഞാൻ കൈ കഴുകട്ടെ. അവിയേട്ടൻ കുറേയായി ഒറ്റയ്ക്ക് എന്നെ സമ്പാദിക്കുന്നു, കഷ്ടപ്പെടണം. ഒരു കാര്യം ചെയ്തല്ലോ, ഞാൻ ജോലിക്ക് പോകാമെന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരാകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ മാറുമല്ലോ, ഒന്ന് പറഞ്ഞു നോക്കാം. എന്നാലേ ഇത് ശരിയാവുള്ളൂ. കുട്ടിൻ്റെ പഠിത്തവും ഫീസും ഒന്നും നടക്കില്ല, ഒരാൾ കൊണ്ടുവന്നിട്ടൊന്നും നടക്കില്ല. ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇല്ലേട്ടാ, ഒരു കാര്യം പറയാനുണ്ട്. കുറേയായി ഞാൻ വിചാരിക്കുന്നു, എന്തായാലും അവിയേട്ടൻ ജോലിക്ക് പോയിട്ട് നമുക്കൊന്നും ശരിയാവില്ല. അതായത് ഒരാളെ സമ്പാദിച്ചത് കൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കുട്ടിൻ്റെ ഫീസ്, വാനിൻ്റെ ഫീസ് കൊടുത്തിട്ടില്ല. അവന് തിങ്കളാഴ്ച തൊട്ട് എക്സാമാണ്, അതിന് പൈസ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഞാനൊരു ജോലിക്ക് പോയാലോ എന്ന് ആലോചിച്ചു. അപ്പം ഞാനും കൂടി പോയാൽ നിങ്ങൾക്കൊരു സപ്പോർട്ടായി. ഇപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ജോലിക്ക് പോണതൊന്നും തെറ്റൊന്നുമില്ല. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾ പണിയെടുത്തിട്ട് തന്നെ ജീവിക്കാൻ കഴിയില്ല. കാരണം എല്ലാത്തിനും പണം തന്നെ വേണമല്ലോ. നമ്മൾ പിന്നെ അങ്ങനെ വലിയ സമ്പാദ്യമുള്ള ജോലികളൊന്നും അല്ല. ജോലിക്ക് പോണത് കൊണ്ടൊന്നും തെറ്റില്ല. വർക്കിന് പോയി കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്ന് വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ കഴിയുമോ? കുട്ടിനെ ശ്രദ്ധിക്കാനൊക്കെ കഴിയുമോ? കുറച്ചൊക്കെ നമ്മൾ റിസ്ക് എടുക്കണമല്ലോ, അല്ലാണ്ട് ഇപ്പം എല്ലാം നമുക്ക് ഇതായിട്ട് വരില്ല. അവൻ സ്കൂൾ നമ്മൾ അനുഭവിക്കണം, എന്നാലേ സക്സസ് ആവുള്ളൂ. അവൻ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴേക്കൊക്കെ വരണം. കാരണം ഞാൻ വരുമ്പോൾ വളരെ വൈകിയല്ലേ വരിക. അപ്പോൾ അതൊക്കെ കഴിയുകയാണെങ്കിൽ പോവാം. പിന്നെ എവിടെയാണ്? അടുത്താണെങ്കിൽ മാത്രം പോയാൽ മതി. ദൂര സ്ഥലത്തൊന്നും ഒരു എക്സ്പീരിയൻസ് ആവുന്നത് വരെ ഒന്നും പോകാന്നൊക്കെ ഉണ്ട്. ഓഫീസ് ഉണ്ടല്ലോ, അതിന് പോകാൻ കുട്ടിനെ വിളിച്ചാലും 1 മണിക്കൂർ അവിടെ ഇരിക്കാം. അഡ്ജസ്റ്റ്മെന്റിൽ പോവാന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ. ശരി, നോക്കട്ടെ. ഞാൻ എന്തായാലും പോയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് സ്ഥലവും സൗകര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഞാൻ പറയാം. എന്തായാലും പോണത് കൊണ്ട് തെറ്റൊന്നുമില്ല. ശരി, കറി എടുത്തിട്ട് വാ. എന്തായാലും പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ, എന്ത് പറയും നോക്കാം. പോവാൻ പറയണമെങ്കിൽ ജോലിക്ക് പോവാം, ഒന്നും പറയണമില്ല. എന്താണാവോ, നോക്കാം എന്തായാലും. വർക്കിനൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഒന്നിനും പോകാണ്ട് പെട്ടെന്ന് അവരിനെ കൂട്ടാക്കി പറഞ്ഞാൽ നമ്മൾക്കൊന്നും സൗകര്യം ഉണ്ടാവില്ല. പിന്നെ കുട്ടിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. എന്തൊക്കെ അവരിനെ കൊണ്ട് കഴിയുമെന്ന് അറിയില്ല. എന്തായാലും ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ എന്തായാലും വിട്ടു നോക്കണം. നമ്മളെ കൊണ്ടൊന്നും ഒറ്റയ്ക്കൊന്നും നടക്കാത്തൊരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ഈ പഠിച്ച കുട്ടികളെല്ലാം നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ജോലിക്ക് പോയി പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആയല്ലേ. വെറുതെ ഡിഗ്രി വരെ പഠിച്ച് പിന്നെ കമ്പ്യൂട്ടർ പഠിച്ച് പിന്നെ BEd പഠിച്ച് എന്തിനാ വെറുതെ വീട്ടിലിരിക്കുന്നത്? നമ്മൾ കുറേ കാലമൊക്കെ നമ്മൾ നോക്കിയില്ലേ. എന്തായാലും പോട്ടെ. അവർ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ അവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. ഇന്നും ആണും പെണ്ണും അങ്ങനെ വ്യത്യാസമൊന്നുമില്ലല്ലോ. എല്ലാവർക്കും എവിടെ വേണമെങ്കിലും പോയി ജോലി എടുക്കാം. ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ, അതന്നെ എന്നെ സഹായിക്കണമെന്ന് അവൾക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ബാക്കിയൊക്കെ പിന്നെ ദൈവത്തിന്. പണം ഉണ്ടാക്കിയോ ഇല്ലേ എന്നുള്ളതൊന്നും അല്ലല്ലോ. നമ്മൾക്ക് പണമൊക്കെ എന്ന് പറയുന്നത് ചിലവർക്ക് പണം ഉണ്ടാക്കാൻ കിട്ടും, ചിലവർക്ക് പണം ഉണ്ടാക്കില്ല. ജീവിതത്തിൽ അത് മാത്രം ഒന്നുമല്ല, ജീവിതത്തിൽ കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താ ഇവിടെ കറിയെടുക്കാൻ പോയിട്ട് കാണാനില്ല? ദിവ്യ,
എന്നിട്ട് എത്ര നേരം കറി എടുത്തിട്ട് വന്നില്ല? ശരി ശരി. ശരി, എന്തായാലും വരാന്ന് ഉറപ്പ് പറയാം. അവൻ്റെ അടുത്ത് വരാന്ന് ഉറപ്പ് പറയും. ഞാൻ എന്തായാലും നാളെ നിന്റെ കൂടെ വരാം കേട്ടാ. ശരി, എന്നാ ഓക്കെ. കറി എടുത്തിട്ടോ, കഴിക്കട്ടെ. വിശക്കണു, ഭയങ്കരമായിട്ട് വിശക്കണു.